കാസർഗോഡിഷിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മെഡി ട്രാക്ക് ഡിസ്കസ് ചെയ്യുന്ന വിഷയം സ്കിൻ റിലേറ്റഡ് ആയുള്ള ആ ഡിസീസസ് അല്ലെങ്കിൽ സ്കിന്നിനെ നമ്മൾ എത്ര പ്രാധാന്യത്തോടെ കാണണം, അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഈ വിഷയമാണ് ഇന്ന് മെഡി ട്രാക്ക് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡിഷിൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കനങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ഡെമറ്റോളജിസ്റ്റ് ഡോക്ടർ അപർണ മുരളീധരനാണ്. മാം വെൽക്കം. മാം ഇപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ സ്കിന്നിന് അതായത് നമ്മൾ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ സ്കിന്ന് ഡിസീസുമായ ഒരുപാട് വിഷയങ്ങളുണ്ട് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള. നമുക്ക് അത് കോസ്മെറ്റോളജി, ഡെമറ്റോളജി, അതായത് ആക്ച്വലി ഈ കോസ്മെറ്റോളജിയും ഡെമറ്റോളജിയും തമ്മിൽ ഡിഫറൻസ് എന്താണ്? ഈ സ്കിന്നുമായിട്ട് നമ്മളിപ്പം ഒരു ഡിസീസിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കോസ്മെറ്റോളജിയും ഡെമറ്റോളജിയും തമ്മിലുള്ള ഒരു പ്രോമിനൻ്റ് ആയുള്ള ഡിഫറൻസ് എന്താണ്? ഒരു പ്രൊഫഷണൽ ടേം എന്ന് പറയുന്നത് ഡെമറ്റോളജിയാണ്. അതായത് ഡെമറ്റോളജിയിൽ നമ്മൾ സ്കിൻ കെയറിന് മാത്രം ഉള്ള പ്രൊസീജിയേഴ്സും പിന്നെ അതായത് ഡിസീസ് ഫോക്കസ് ചെയ്യാതെ ചെയ്യുമ്പോൾ ഉള്ളതാണ് കോസ്മെറ്റോളജി എന്ന് നമ്മൾ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു സൗന്ദര്യവർദ്ധകം അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റ് ആയിട്ടുള്ള അല്ലേ, അതാണ് കോസ്മെറ്റോളജിയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഡെമറ്റോളജി മീൻസ് അതൊരു ഡിസീസ് റിലേറ്റഡ് ആയിട്ട് അത് മാത്രമാണോ? അതല്ല, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ചില ഡെമറ്റോളജിസ്റ്റ് ചില ഡോക്ടേഴ്സിനെ കാണുന്ന സമയത്ത് ചില പേഷ്യൻ്റൊക്കെ പറയാറില്ല, ഇപ്പം നമ്മൾ ഫേസിലൊക്കെ വരുന്ന സ്കാർ അല്ലെങ്കിൽ ഫേസിൽ വരുന്ന ഇപ്പം സൺലൈറ്റ് കൂടുതൽ വരുന്ന സമയത്തുള്ള ആ ഒരു ബ്ലാക്കിഷ് കളറൊക്കെ വരുന്നില്ലേ, അതും നമ്മൾ ഡെമറ്റോളജി ഡോക്ടറെ തന്നെയല്ലേ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ബ്രോഡ് തലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഡെമറ്റോളജി അത് പിന്നെ നമ്മുടെ അതായത് സ്കിൻ റിലേറ്റഡ് ഡിസീസത്തിനോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഡിസീസ് അതോടൊപ്പം തന്നെ നമ്മുടെ സൗന്ദര്യത്തെ, മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാകുന്ന സൗന്ദര്യവർദ്ധക അല്ലെങ്കിൽ സൗന്ദര്യം അല്പം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റും ഡെമറ്റോളജിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്കിന്ന് പറഞ്ഞുകൊണ്ട് മാം നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സ്കിന്നിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന്. കാരണം അതൊരു അഡ്വർടൈസ്മെൻറ്റ് എന്നതിനപ്പുറത്ത് മനുഷ്യർക്ക് സ്വമേധയാ തന്നെ കുറച്ചും കൂടി കോഷ്യസ് ആണ് ഇപ്പം നമ്മൾ, എസ്പെഷ്യലി ഫേസിൻ്റെ ഒക്കെ കാര്യത്തിൽ. ഈവൻ സ്റ്റുഡൻസ് ആയാലും ശരി, കുറച്ച് യങ് ആയ ആളുകളായാലും ശരി, ഓൾഡ് പീപ്പിൾ ആയാലും ശരി, ഇവരൊക്കെ സ്കിന്നിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ സ്കിന്നിന് എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഓക്കെ, ബേസിക്കലി നമ്മുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗനാണ്. അപ്പം സ്കിന്നെന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ ലെയർ ആയിട്ടാണ് നമ്മളത് കാണുന്നത്. അപ്പം ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെയും ഒക്കെ മൊത്തത്തിലൊരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്കിന്ന്. അപ്പം സ്കിന്നിൻ്റേതായ രോഗാവസ്ഥകൾ കുറേയുണ്ട്. അപ്പം ഇതിൽ നിന്ന് പ്രൊട്ടക്ഷൻ അത് രോഗാവസ്ഥയിലോട്ട് പോകാതിരിക്കാനും പിന്നെ സ്കിൻ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹെൽത്തി സ്കിന്നാണ് നമ്മുടെ എപ്പോഴും നമ്മളെ മോട്ടോ ആയിട്ട് വേണ്ടത്. ഒരു ഹെൽത്തി സ്കിൻ ടോൺ അല്ല, പക്ഷെ നമ്മുടെ ഒരു ഹെൽത്തി സ്കിന്നാണ് വേണ്ടത്. ഓക്കെ, പക്ഷെ നമുക്കിപ്പോൾ ഒരു കോമൺ സാധാരണക്കാർക്ക് ഒരു ഹെൽത്തി സ്കിൻ, ഹെൽത്തി ബോഡി എന്ന് പറയുന്നതൊക്കെ നമ്മുടെ അതൊക്കെയാണ് നമ്മൾ ഒരു പരിധിവരെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു നോളജോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. പക്ഷെ ഒരു ഹെൽത്തി സ്കിൻ എന്ന് പറയുന്നത് അത് എത്രത്തോളം സാധിക്കും ഒരു മനുഷ്യർക്ക്? അതായത് നമ്മളെ ചുറ്റിലുള്ള ആൾക്കാർക്ക് നമ്മൾ അത്ര ബോധേഡ് അല്ല അതിനെക്കുറിച്ച്. യൂഷ്വലി നമ്മളെ ഉള്ളിലുള്ള പ്രൊട്ടക്ഷനെ പോലെ അല്ല ഈ സ്കിന്നിനെ കാണുന്നത്. അപ്പോൾ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷൻ മെഷേഴ്സും കൂടി നമ്മൾ കുറച്ച് പറഞ്ഞു കൊടുത്താൽ ആൾക്കാർക്കത് മനസ്സിലാകും, അത് ചെയ്യാനും പറ്റും. സ്കിൻ കെയർ മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്കിൻ കെയർ ഒരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ മാം, നമുക്കത് പ്രേക്ഷകർക്ക് അവർക്കും കൂടി കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ സ്കിൻ കെയർ പ്രൊട്ടക്ഷൻ എന്നത് അത് ഏതൊക്കെ തരത്തിലാണ് ചെയ്യേണ്ടത്? അതായത് സ്കിന്നിന് നമ്മൾക്കറിയാം, സ്കിന്നിന് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. സ്കിന്നിനെ നമ്മൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ സ്കിന്നിന് നമുക്ക് അതായത് ക്ലീനായി സൂക്ഷിക്കുക. അതായത് നമുക്ക് കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് മതി, അത്രയും മതി. അതായത് നമ്മളൊരു ഡേ റുട്ടീനും ഒരു നൈറ്റ് റുട്ടീനും നമ്മൾ ഫോളോ ചെയ്യുക എപ്പോഴും. ഇപ്പം മോർണിംഗിലാകുമ്പോൾ നമ്മൾ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക, അതായത് ഫേസ് വാഷ് ക്ലെൻസർ യൂസ് ചെയ്തൊന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അതായത് പിന്നെ ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നതിനകത്ത് ഉള്ള കണ്ടൻസ് നമ്മളെ സ്കിന്നിനെ ഒന്ന് നറിഷ് ചെയ്യുന്നതാണ്. അതായത് സ്കിന്നിലുള്ള നാച്ചുറലി അതിൽ മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം അത് തന്നെയാണ് നമ്മൾ പുറമേ നിന്നും കൊടുത്ത് അതിനെ ഒന്ന് നറിഷ് ചെയ്യുന്നത്.
സ്കിന്നിന്. മോയ്സ്ചറൈസറിന് ശേഷം നമുക്ക് ഇപ്പോൾ അറിയാം നമ്മുടെ UV റേസ് എത്രയും സ്ട്രോങ് ആയിട്ടാണ്. നമ്മൾ ഓസോൺ ലെയർ ഡിപ്ലീറ്റഡ് ആവും തോറും ഈ UV റേസ് നല്ല ശക്തമായ UV റേസ് ആണ് വരുന്നത്. പണ്ടത്തേലും കൂടുതൽ സൂര്യപ്രകാശം അടിച്ചിട്ടുള്ള രോഗങ്ങൾ നമ്മൾ കൂടുതലും കാണുന്നുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറഞ്ഞത് ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ വെച്ചിട്ടും സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൺസ്ക്രീൻ ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ അത് ആ ക്രീം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പലരും സ്വമേധയാ ഡോക്ടർ ആവാറുണ്ട്. എല്ലാവരും പോയി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ ഓയിൽമെൻറ്റ് അതൊക്കെ വേണമെന്ന് പറയുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് അതിപ്പോൾ ഡിഫറെൻ്റ് ഏജിൽ ഡിഫറെൻ്റ് അല്ലെങ്കിൽ ഈ സ്കിന്നിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണോ ഈ സൺസ്ക്രീൻ ഓയിൽമെൻറ്റ് യൂസ് ചെയ്യേണ്ടത്? അതെങ്ങനെയാണ് സ്വമേധയാ ചിലപ്പം ചിലവർ തിരഞ്ഞെടുക്കലുണ്ട്, പോയി വാങ്ങാറുണ്ട്. നമുക്കിപ്പോൾ ഒരുപാട് മാർക്കറ്റഡ് പ്രോഡക്റ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും രോഗാവസ്ഥകളുണ്ടോ എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കേണ്ടത്. അതെപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഡ്വൈസ് എടുത്തിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അതായത് ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ സ്കിന്നിൻ്റെ ടൈപ്പ്, അതായത് ചിലർക്ക് നോർമൽ സ്കിൻ ടൈപ്പ് ഉണ്ട്, ചിലർക്ക് ഡ്രൈ ഉണ്ട്, ചിലർക്ക് ഭയങ്കര ഓയിലി ആയിരിക്കും, ചിലർക്ക് കോമ്പിനേഷൻ സ്കിന്ന് ഇവിടെ ഒരു ടീ സോണിൽ മാത്രം ഓയിലി ആയിട്ട് കിടക്കുന്നത്, പിന്നെ ചിലർ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഏത് സ്കിൻ കെയർ പ്രൊഡക്റ്റും എടുക്കാൻ. ഈവൻ നമ്മൾ ക്ലെൻസർ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതായാലും മോയ്സ്ചറൈസർ എടുക്കുന്നതായാലും സൺസ്ക്രീൻ ആയാലും ഇത് ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ഇത് പെർ ഡേ സൺസ്ക്രീൻ എത്ര പ്രാവശ്യം അങ്ങനെയുണ്ടോ യൂസ് ചെയ്യേണ്ടത്? ഇപ്പം സാധാരണ നമ്മൾ വെളിയിലോട്ട് പോകുന്ന സമയത്താണ് സൂര്യപ്രകാശം ഏൽക്കാൻ കൂടുതൽ സാധ്യതയുള്ളവർ ആണ് കൂടുതൽ അത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെർ ഡേ ആവുമ്പോൾ ടൈം നമ്മൾ എത്ര പ്രാവശ്യം യൂസ് ചെയ്യേണ്ടി വരും? അത് സൺസ്ക്രീൻ പൊതുവേ നമ്മൾ പറയുന്നത് ഒരു 15 മുതൽ 20 മിനിറ്റ് മുമ്പ്, നമ്മൾ പുറത്തിറങ്ങുന്നതിനും ഒരു 15-20 മിനിറ്റ് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്യണം. അത് അബ്സോർബ് ആവാനുള്ളൊരു സമയം കൊടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ അതൊരു 3-4 മണിക്കൂർ വരെ അതിൻ്റെ ഒരു എഫക്റ്റ് നിൽക്കുള്ളൂ. അതെ, പിന്നെ അത് കഴിയുമ്പോൾ അത് വെയർ ഓഫ് ആകുമ്പോൾ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യണം, നമ്മൾ വീണ്ടും പുറത്തിറങ്ങുവാണെങ്കിൽ. പക്ഷേ ഇപ്പം നമുക്കറിയാം, നമുക്ക് ഗ്ലാസ് സർഫസസിലും എല്ലാം ഇത് റിഫ്ലക്റ്റ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ നമ്മൾ ഇൻഡോർ ആണ് ഇരിക്കുന്നത്, ഗ്ലാസ് അതുകൂടി നമ്മൾ കെയർ ചെയ്തെടുത്തിട്ട് അതിനും കൂടി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഇത് യൂസ് ചെയ്യണം. അപ്പോൾ ശരിക്കും സാധാരണ നമ്മളൊരു പ്രൊട്ടക്റ്റീവ് ചേംബറിലാണ് എന്ന് ധരിച്ചിട്ട് നമ്മൾ വെയിലിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന സ്ഥലത്ത് മാത്രം ആ സമയത്ത് മാത്രം യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈവൻ ചേംബറിലാണ്, അവിടെ സൺലൈറ്റ് വരികയാണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ അവിടെയും ഇതുപോലെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഇരിക്കേണ്ടി വരും. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആയി നമ്മളിപ്പോൾ ഏതൊരു ക്രീമിന് ഓയിൽമെൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഡൗട്ടുണ്ട്. ഇത് പെർ ഡേ ഒരു ആഫ്റ്റർ 15 മിനിറ്റ്സ് അല്ലെങ്കിൽ പെർ ഡേ മോർ ദാൻ 2 or 3 ടൈംസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ്, പിന്നീട് സ്കിന്നിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ? ഇല്ല, അങ്ങനെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. പിന്നെ ചില നമ്മൾ പറഞ്ഞു, അതായത് അവരവരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം നമ്മൾ അറിയാതെ ഒരാൾ പോയി മാർക്കറ്റിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള സൺസ്ക്രീൻ വാങ്ങിച്ചാൽ ചിലപ്പം അതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കാം. അതായത് അതിലത്തെ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും അത്. അതായത് അവരവരുടെ സ്കിന്നിന് സൂട്ട് ആവണം. അതായത് ഇപ്പം പിന്നെ അത് ഉണ്ടാക്കുന്ന ബേസ് തന്നെയുണ്ട്. ചിലത് ക്രീം ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, ചിലത് ജെൽ ബേസ്ഡ് ഉണ്ട്, ചിലത് മാറ്റ് ഫിനിഷസ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് ഓരോ സ്കിൻ ടൈപ്പിനും ഓരോ രീതിയിലാണ് വേണ്ടത്. അതായത് ഇപ്പം ഒരു ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഒരാൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭയങ്കര മുഖക്കുരു ഒരുപാടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഇപ്പം ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ചിലപ്പോൾ ഉപയോഗിക്കുമ്പം ഒരു ആക്നെ കുറച്ച് കൂടുതൽ മുഖക്കുരു, ഒരു ഫ്ലെയർ അപ്പ് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ചില ഇത് നമ്മുടെ പോർസ് ഇല്ലേ ഇവിടുത്തെ മുഖത്തുള്ള, ആ പോർസ് ചിലപ്പോൾ ഒന്ന് ക്ലോഗ് ആയിട്ട് ചിലപ്പോൾ അതൊരു ഫ്ലെയർ അപ്പ് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട ശേഷം മാത്രമാണ് നമ്മൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പതിവ് ശൈലി അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇപ്പം മാം പറഞ്ഞല്ലേ, ഇപ്പം പിമ്പിൾസ് ഒക്കെ വരുന്നത് ചില പ്രത്യേകിച്ചിട്ട് ടീനേജ് ഏജിലൊക്കെ കൂടുതൽ വരുന്ന സമയത്ത് ആസ് എ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ബേസിക് ആയിട്ട് പിമ്പിൾസ് ഇപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ ബേസിക് ആയിട്ട് പിമ്പിൾസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് പിമ്പിൾസ് എന്നിപ്പോൾ നമ്മളെ ഒരു ടീനേജ് ഗ്രൂപ്പ്, ഒരു അഡോളസൻസ് ഗ്രൂപ്പിൽ എന്ന് പറയുമ്പം ഒരു ഹോർമോൺസിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ ഒരു ഫ്ലെയർ അപ്പും, അതായത് ചിലരിൽ കുറച്ച് കൂടുതലായിട്ടും ഒക്കെ ഉണ്ടാവും. അത് ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും ഓരോരുത്തരിലും. അപ്പോൾ പക്ഷെ നമുക്കൊരു ജനറലി ഞാൻ പറഞ്ഞ പോലെ ഒരു റുട്ടീൻ ഫോളോ ചെയ്താൽ നമുക്കത് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.
അതായത് നമ്മൾ ഡെയിലി ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫേസ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ ഇപ്പം സാധാരണ ഇപ്പം നമ്മൾ ഫേസ് വാഷ് ചെയ്യാറുണ്ട്. സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. പല പ്രാവശ്യം ചിലവർ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്ത് കുറച്ചും കൂടി ഇപ്പോൾ ഡോക്ടർ പറയുന്നത് ഫേസ് വാഷിന് അതുപോലുള്ള ഏതെങ്കിലും മെഡിസിൻ ആ ടൈപ്പ് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ചിട്ട് നമ്മൾ സ്കിൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു കാര്യമാണ്. അതായത് അത് യൂസ് ചെയ്യുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞു നമ്മളെ മുഖക്കുരു എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുള്ള സിബം പ്രൊഡക്ഷൻ ഓയിൽ അത് ഒരുപാട് ഉണ്ടാവുന്നുണ്ട് ആ ഒരു ടൈമിൽ. അപ്പൊ അന്നേരം അതൊന്ന് കൺട്രോൾ ചെയ്യാൻ, അതായത് അതൊന്ന് ക്ലീൻ ആവാൻ, ആ പോഴ്സ് ഒന്ന് അൺക്ലോഗ് ആവാൻ, അതായത് ആ അടഞ്ഞു കിടക്കുന്ന പോഴ്സ് ഒന്ന് തുറന്ന് വൃത്തിയാവാൻ വേണ്ടി ആ വന്ന് കിടക്കുന്ന ഓയിൽ ഒന്ന് ക്ലീൻ അപ്പ് ആവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ അതായത് ആ പോൾസ് അടഞ്ഞ്, അതായത് നമ്മുടെ ഈ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ഡക്റ്റാണ് വെളിയിലോട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ആ ഡക്റ്റ് അത് ബ്ലോക്ക് ആയിട്ട് പിന്നെ അതിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ വലിയ മുഖക്കുരുക്കളോ എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് പല രീതിയിലുള്ള കാരണങ്ങളുണ്ട്. അപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു ക്ലീനിങ് ഒന്ന് വൃത്തിയിൽ ചെയ്താൽ, അതായത് പിന്നെ അതേപോലെ രാവിലെ ചെയ്യുന്ന ഒരു 2 നേരം ചെയ്യാനാണ് നമ്മൾ പറയാറ്. ചിലവർ സോപ്പ് ഉപയോഗിച്ച് മുഖം ക്ലീൻ ആക്കാറുണ്ട്. അത് ഒരു പരിധി വരെ ഈ പറയുന്ന ഓയിലി സ്കിന്ന് നമുക്കിപ്പോൾ സാധാരണ നമ്മളിപ്പം കയ്യിൽ പോലും നമ്മളൊരു ഓയിൽ വന്നു കഴിഞ്ഞാൽ നാച്ചുറലായി നമ്മൾ എന്താ ചെയ്യല്, ഹാൻഡ് വാഷോ അല്ലെങ്കിൽ പിന്നെ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതേപോലെ മുഖത്തും അത് ഉപയോഗിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ അത് പെർട്ടിക്കുലർ സ്കിന്നിനെ ഡിപ്പെൻഡ്സ് അപ്പോൺ ആണ്, അല്ല സോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. pH, അതായത് നമ്മളെ സ്കിന്നിന്റെ pHന് സൂട്ട് ആവുന്ന രീതിയിൽ എന്നുള്ള. പിന്നെ ഫേസ് സ്കിൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ചുകൂടി തിൻ സ്കിന്നാണ് ബാക്കി ഏരിയാസിനോട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ സോപ്പ് എന്ന് പറഞ്ഞാൽ പൊതുവേ സോപ്പിലെ കണ്ടന്റ് അതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രൈനെസ് കൂടുതലാക്കുന്നത്. നമ്മൾ അതുകൊണ്ട് സോപ്പ് ഫേസിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. പിന്നെ സിൻഡറ്റ് ബാർസ് ഒക്കെ നമ്മളിപ്പം വരുന്നത് അത് കുറച്ചും അത് ഓക്കെ, അത് പിന്നെയും നമുക്ക് ഓക്കെ ആയിട്ട് പറയാം. പക്ഷെ അല്ലാത്ത മാർക്കറ്റിൽ വരുന്ന സോപ്പുകൾ നമ്മൾ മുഖത്തിടരുതെന്നാണ് പറയുന്നത്. ഓക്കെ മാം, എല്ലാവരും അതായത് എപ്പോഴും യങ്ങായി കാണുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെ സ്വപ്നമാണത്. അതൊരു ഏജ് ഡിഫറൻസും ഇല്ല. ഓക്കെ, ഈ ആൻറ്റി ഏജിങ് എന്നുള്ളൊരു പ്രോസസ്സ് അതിൽ ഈ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് അതിന് എന്തൊക്കെ കോൺട്രിബ്യൂഷനാണ് നൽകുന്നത്? ആൻറ്റി ഏജിങ്ങിന് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ടേമാണ് ഈ ആൻറ്റി ഏജിങ് എന്ന് പറയുന്നത്. അതായത് മെഡിക്കൽ മാനേജ്മെന്റിൽ എത്രത്തോളം അതിന് നമുക്ക് റിസൾട്ട് കിട്ടും? അതായത് ഏജിങ്ങിന്റെ ചേഞ്ചസ് നമ്മളെ മുഖത്ത് ഫേസിൽ കാണിക്കാൻ തുടങ്ങുന്നത് ഒരു 30 വയസ്സ് മുതൽ അതങ്ങ് കുറച്ചായിട്ട് കാണിക്കാൻ തുടങ്ങും. നമ്മളെ ചുളിവുകളായിട്ടും ഫൈൻ ലൈൻസ് ആയിട്ടും പിന്നെ അങ്ങനെ മുഖത്ത് കാണിക്കാൻ തുടങ്ങും. അപ്പം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെയും ഒക്കെ അങ്ങനത്തെ ഒരു ചുളിവുകളും കാര്യങ്ങളൊക്കെ ചെറുതായി വന്ന് തുടങ്ങും, കാണിച്ചു തുടങ്ങും. അപ്പം നമുക്ക് അതിന് പല മെഷേഴ്സും ഉണ്ട് ഈ ആൻറ്റി ഏജിങ്ങിൽ വരുന്നത്. അപ്പം നമുക്ക് ഡെയിലി റുട്ടീനിലും ആൻറ്റി ഏജിങ് മെഷേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലാതെ പ്രൊസീജിയേഴ്സ് വൈസും നമുക്ക് ആൻറ്റി ഏജിങ്ങിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ഡയറ്റും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി റുട്ടീനിൽ ഡയറ്റും പിന്നെ നമ്മുടെ സ്കിൻ കെയറും, ഞാൻ പറഞ്ഞ പോലെ സ്കിൻ കെയറും അതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, നമ്മൾ സ്കിൻ കെയറിൽ നമ്മൾ സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു ഫേസ് വാഷ്, പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, പിന്നെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യും. അപ്പം ഈ ഫേസ് വാഷിൻ്റെ മോയ്സ്ചറൈസറിൻ്റെ ഇടയിൽ നമുക്കൊരു സീറം എന്ന് പറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളതല്ല, അത് നമുക്ക് വേണമെങ്കിൽ ഈ ആൻറ്റി ഏജിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് സീറം എപ്പോഴും ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു ലിക്വിഡാണ്. അത് നമ്മൾ ഓരോരുത്തർക്കും ടാർഗറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളെല്ലാവർക്കും ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല, അവരുടെ സ്കിൻ ടൈപ്പ് നോക്കണം, പ്ലസ് അവർക്ക് സ്കിന്നിൽ എല്ലാ രോഗാവസ്ഥ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. മുഖക്കുരു ഉള്ളവർക്ക് ഒന്ന്, പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക്, അതായത് കരിവാളിപ്പം കരിമങ്ങലും പോലത്തെ രോഗാവസ്ഥകളുള്ളവർക്കൊന്ന്. അപ്പം അങ്ങനെ കുറേ മോളിക്യൂൾസ് ഉണ്ട്, കുറേ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ ഈ സീറംസിൽ വരുന്നുണ്ട്. മാർക്കറ്റിലും ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഇപ്പം തന്നെ ഉണ്ട്, ഇപ്പം ടീനേജേഴ്സിൽ ഉള്ള ഒരു ഇതാണ് ഈ ഇൻസ്റ്റഗ്രാമിൽ ഓരോന്ന് കണ്ട് ഒരു ട്രൈ ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ട് ഇപ്പോൾ. അതൊരിക്കലും ചെയ്യരുതെന്ന് ഞാൻ പറയും. അവസാനം ഡാമേജ് കൊണ്ട് അവർ വരും നമ്മളടുത്തേക്ക്. ഇതൊക്കെ പിന്നെ അഡ്വർടൈസ്മെന്റിന്റെ പിന്നാലെ പോയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ് പിന്നീട് അത്
ഒരു ഡിസീസായിട്ടോ അല്ലെങ്കിൽ പിന്നീട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് എത്താം. കാരണം നമുക്ക് ചിലപ്പോൾ ലോ കോസ്റ്റ് ചീപ്പ് റേറ്റിന് കിട്ടുന്ന വസ്തുക്കളുണ്ട്, ഓൺലൈനൊക്കെ കിട്ടുന്നുണ്ട്. സി ഡോക്ടർ, നമുക്ക് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാകും. ഞാൻ ഇനി ചോദിക്കുന്നൊരു സംശയം, നമ്മൾ ഈ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അത് ഈവൻ സ്റ്റുഡൻസ് പോലും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. കാരണം അതിൽ പല കമൻസും വന്നിട്ടുമുണ്ട് ചില സമയത്ത്. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാലും ഈവൻ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് ഈ സ്കിൻ, അതായത് സ്കിൻ റിലേറ്റഡ് ഏതെങ്കിലും തരത്തിൽ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ലിപ്സ്റ്റിക്ക്. മാഡത്തിന് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ ആ രീതിയിൽ സംസാരിക്കാൻ മതി. അതായത് ലിപ്സ്റ്റിക്ക് അതായത് പല ടൈപ്പ്, ഞാൻ പറഞ്ഞ പോലെ പല ടൈപ്പായിട്ട് ഇറങ്ങുന്നുണ്ട്, പല ഫോർമുലേഷൻസിൽ ഇറങ്ങുന്നുണ്ട്. അതായത് ചിലത് ലോങ് ലാസ്റ്റിംഗ് മാറ്റ് ഫിനിഷ്, ചിലത് ലിക്വിഡ് ടൈപ്പ്, അങ്ങനെ കുറേ ടൈപ്പ് ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ ലിപ്സ്റ്റിക്ക് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം ചിന്തിക്കും, ഡാർക്ക് ഷെയ്ഡുകൾ ഉപയോഗിക്കുമ്പം അതിലുള്ള കണ്ടൻസ് ചിലപ്പം ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ കൂട്ടും. അതായത് ഡാർക്ക് കളർ ലിപ്സ് ചിലപ്പം അവരിൽ പിഗ്മെൻറ്റേഷൻ കാണാറുണ്ട്. അപ്പം അതായത് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടൈപ്പിൽ പിഗ്മെൻറ്റേഷൻ നല്ലോണം പെട്ടെന്ന് ഇങ്ങനത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യുമ്പം വരും. കുറച്ചുകൂടി പ്രോണാണ് നമ്മുടെ വെസ്റ്റേൺ പോപ്പുലേഷനെക്കാളും. അപ്പം ഇങ്ങനത്തെ ഒരു ചെറിയ എമൗണ്ട് വരുമ്പോൾ തന്നെ ചിലരിൽ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഈവൺ ഒരു 2-3 പ്രാവശ്യം അത് യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അപ്പോൾ തന്നെ പിഗ്മെൻറ്റേഷൻ ആയിട്ട് പേഷ്യൻസ് വരാറുണ്ട്. അതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ടോ? ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റുഡൻസൊക്കെ ഈവൻ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾ പോലും ചില സമയത്ത് ഫങ്ഷൻസോ അല്ലാതെയോ അവരൊക്കെ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് കാണാറുണ്ട്. അതൊരു ഈ പറയുന്ന പോലെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ ഇതിന്? അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഏജ് ലിമിറ്റ് ചിലപ്പോൾ അവർ അനുകരിക്കുന്നതായിരിക്കും. ഞാനിത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം നമ്മൾ പ്രേക്ഷകരെ പാരൻസ് നമ്മളിത് ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഡെർമറ്റോളജിസ്റ്റ് സ്കിൻ കെയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ യങ് ആയിട്ടുള്ള ചെറിയ കുട്ടികൾ LP ക്ലാസ്സിലൊക്കെയുള്ള ലോവർ പ്രൈമറി ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. യൂസ് ചെയ്യാൻ കുഞ്ഞുങ്ങളിൽ യൂസ് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അവിടെ 18 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ മതി. അതൊരു ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, ടോട്ടലി ഓപ്ഷണൽ, ഒരിക്കലും അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പിന്നെ 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വന്തം ഡിസിഷൻ എടുക്കാവുന്നത്, അവർക്ക് പേഴ്സണൽ അത് ചോയ്സ് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല ബ്രാൻഡ് യൂസ് ചെയ്യുക. ചീപ്പായിട്ട് കിട്ടുന്നത് ഇത് എടുത്തിട്ടേക്കാൻ കുറച്ച് നാളത്തേക്കല്ലേ എന്ന് പറഞ്ഞ് അത് ചെയ്യരുത്. നല്ല ബ്രാൻഡ് യൂസ് ചെയ്യുക, അതേപോലെ അതിൻ്റെ എക്സ്പയറിയും കൂടി ശ്രദ്ധിക്കുക. ഒരു ഇത്ര ടൈം യൂസ് ചെയ്തു, കുറേ വർഷങ്ങൾ ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അത് റീപ്ലേസ് ചെയ്യണം, വേറെ വാങ്ങിക്കണം. പിന്നെ മാക്സിമം ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യാൻ നോക്കാം. ഒരുപാട് ഭയങ്കര ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഇതുണ്ടാവില്ല, റെഡ് അല്ലെങ്കിൽ പിങ്ക്, അങ്ങനത്തെ ഷെയ്ഡ്സ് വരുന്നുണ്ട്, മറൂണ്, അതെല്ലാം യൂസ് ചെയ്യുമ്പം കുറച്ച് ചിലരിൽ നമ്മളെ സ്കിൻ ടൈപ്പിൽ പിഗ്മെൻറ്റേഷൻ കാണാറുണ്ട്. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. സ്റ്റിൽ നമ്മളതൊരു ഇതായിട്ട് പറയുന്നു എന്ന് മാത്രം. പിന്നെ അതിൻ്റെ കൂടെ ലിപ് ബാമും കൂടി യൂസ് ചെയ്യുക. ലിപ്പിലൊരു മോയ്സ്ചറൈസിങ് കൂടി കൊടുത്തിട്ട് ഇത് അതിൻ്റെ മുകളിൽ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. പിന്നെ ഇപ്പം കാരണം വൈദ്യശാസ്ത്രം വളരെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു മോഡേൺ മെഡിസിൻ പ്രത്യേകിച്ചിട്ട് അതിപ്പോൾ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുക. ഇപ്പോൾ കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏതൊക്കെ ട്രീറ്റ്മെൻറ്റാണ് മാഡത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നൽകുന്നത്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്മെറ്റോളജി ഇതിൽ വരുമ്പം നമുക്കിപ്പം പല ടൈപ്പ് ലേസേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, നമ്മുടെ ക്ലിനിക്കിലുണ്ട്. അപ്പം ലേസേഴ്സിൽ നമുക്ക് ഇത് വരുന്നുണ്ട്, ട്രിപ്പിൾ വേവ് ലെങ്ത് ഡയോഡ് ലേസർ ഉണ്ട്, ഗെക്സൈമർ ലേസർ ഉണ്ട്, പിന്നെ ഫ്രാക്ഷണൽ CO2 ലേസർ ഉണ്ട്, പിന്നെ പിക്കോ ലേസർ ഉണ്ട്. ഇത് ഇത്രയും ലേസേഴ്സ് നമുക്ക് ഇതിൽ തന്നെ കുറേ വൈഡ് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ വരുന്നത്. പലതിനും ട്രീറ്റ്മെൻ്റ് ആയിട്ടും പിന്നെ സ്കിൻ ഗ്ലോയിങ് ഇതായിട്ടും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ MNRF ഉണ്ട്, മൈക്രോ നീഡ്ലിംഗ് റേഡിയോ ഫ്രീക്വൻസി. അപ്പം അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നമുക്കിപ്പോൾ ഉണ്ട്. പിന്നെ ഈ ലേസർ ഞാൻ ഒന്ന് ഇൻഡിഫർ ചെയ്യാം. കാരണം ഈ ലേസർ സാധാരണ ഇപ്പം ഫേസിൽ പ്രത്യേകിച്ച് പോകുമ്പോൾ ലേഡീസിലൊക്കെ അൺനെസസറി ഹെയർസ് വരും. ഈ അത് അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലേസറിൻ്റെ ഏതൊക്കെ രീതിയിലാണ് ലേസർ ഉപയോഗിക്കുന്നത്? ലേസർ ഹെയർ റിഡക്ഷൻ എന്ന് അതാണ് നമ്മളിപ്പം ഇതിൽ ഡയോഡ് ലേസർ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത്. ട്രിപ്പിൾ വേവ് ലെങ്ത് ഡയോഡ് ഏറ്റവും ലേറ്റസ്റ്റ് തന്നെയാണത്. അപ്പോൾ നമ്മൾ ഈ ലേസർ വെച്ചിട്ട് ചെയ്യുമ്പം പിന്നെ അതിലിപ്പം ലേസർ റേഡിയേഷൻ എന്ന് പറയുന്നുണ്ട്. ലേസർ റേഡിയേഷൻ അല്ല, ജസ്റ്റ് ഒരു ലൈറ്റ് ടു ഹീറ്റ് എനർജി ഇത് ട്രാൻഡ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ മെലാനിൻ എന്ന് പറഞ്ഞ ഒരു
പിഗ്മെന്റിനെയാണ്, ഒരു ക്രോമോഫോറിനെയാണ് എപ്പോഴും ഒരു ലേസർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ റിഡക്ഷനിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് മെലാനിനെയാണ്. നമ്മുടെ ഹെയർ ബൾബിലൊക്കെ മെലാനിനെ ടാർഗറ്റ് ചെയ്യും, അതിനെ ഡിസ്ട്രോയ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഹെയർ ഫോളിക്കിൾ നശിച്ചു പോവുക ചെയ്യുന്നത്. ഹെയർ റിഡക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് പതുക്കെ പതുക്കെ ആ ഹെയറിന്റെ ഗ്രോത്ത് ഫേസിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ഹെയറിനൊരു സൈക്കിൾ ഉണ്ട്, അനജൻ ടിലോജൻ എന്നൊക്കെ പറഞ്ഞ് അതായത് ഗ്രോ ചെയ്യും, പിന്നെ അത് പതുക്കെ ഫോളോ ഓഫ് ചെയ്യും, അങ്ങനത്തെ ഒരു സൈക്കിൾ ഉണ്ട്. അങ്ങനെയാണ്. അപ്പം അതിൻ്റെ ആ ഗ്രോയിങ് ഫേസിലാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്, ഇത് നമ്മുടെ ലേസർ. അപ്പോൾ ആ ഒരു ഗ്രോയിങ് ഫേസിലുള്ള ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ലേസർ കൊടുക്കുമ്പോൾ ആ ഏരിയയിലുള്ള എല്ലാ ഗ്രോയിങ് ഫേസിലുള്ള ഹെയർസിനെയും ടാർഗറ്റ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യും. ടാർഗറ്റ് ചെയ്യലെന്ന് പറഞ്ഞാൽ മാം ഇത് നമ്മുടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യലാണോ ആ ഫേസിൽ, അല്ല അതല്ല ജസ്റ്റ് ലേസർ ഇങ്ങനെ റേ ചെയ്യൽ എങ്ങനെയാണ്? അത് ഷൂട്ടിംഗ് ആണ്. അത് നമ്മളൊരു ഇത് പ്രസ് ചെയ്യുമ്പോൾ എനർജി ഡയറക്റ്റ് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നത്. അതായത് പക്ഷെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞില്ല ഈ മെലാനിൻ ഉള്ളിടത്തോട്ടാണ് ഇത് പോയിട്ട്, പക്ഷെ നമ്മുടെ സറൗണ്ടിങ് സ്കിന്നിൽ അത് ഇത് ചെയ്യുന്നില്ല. അതായത് സ്കിൻ ലെയർ ഉണ്ടല്ലോ, എപ്പിഡെർമിസ് ഡെർമിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെയും പാരാമീറ്റേഴ്സിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ളത് തന്നെ ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ലേഡീസിനൊക്കെ മസ്റ്റാഷ് അവർക്ക് അത് പിന്നെ പ്രത്യേകിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ആ രീതിയിലാണെങ്കിൽ എത്ര സിറ്റിംഗ് വേണ്ടി വരും അതിനൊക്കെ സാധാരണ ലേസർ ട്രീറ്റ്മെന്റിന്? സിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബേസിക്കലി നമ്മൾ പറയുമ്പോൾ ഒരു 8 to 10 സെഷൻസ് വേണമെന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇതിൻ്റെ കൂടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും. അതായത് PCOS എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉള്ളവരിലാണ് ഹിർസൂട്ടിസം പോലത്തെ ഈ എക്സസീവ് ഹെയർ ഗ്രോത്ത്, കോസ് ഹെയർ ഗ്രോത്ത് കാണുന്നത്, അൺവാണ്ടഡ് ഹെയർസ്. അപ്പം അതിൻ്റെ കൂടെ ഈ ഹോർമോൺ ഇതും ഇംബാലൻസും കൂടി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതായത് ഇല്ലെങ്കിൽ ഈ സെഷൻസ് നീണ്ടുപോകും. ഇത് ഈ പ്രശ്നങ്ങളുള്ളവർക്ക് മെയിൻ്റെനൻസ് സെഷൻസ് പെയിൻഫുൾ അല്ല. അതെന്ന് പറഞ്ഞാൽ ഒരിക്കലും പെയിൻഫുൾ അല്ല. പിന്നെ നമുക്കതൊരു എന്താ പറയുക, നമ്മളെ മേത്ത് റബ്ബർ ബാൻഡ് ഇട്ടിട്ടൊന്ന് ആക്കുന്ന പോലത്തെ ഒരു തരിപ്പ്, ഒരു ചെറിയൊരു തരിപ്പ് അത് ഫീൽ ചെയ്യും. പിന്നെ അത് ഫീൽ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യുമ്പോഴാണ് ശരിക്കും കംപ്ലീറ്റ് നമ്മുടെ പ്രോപ്പർ എനർജി വന്നു എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പം ഈ സ്കിൻ കെയറിനെ കുറിച്ച് അതിൻ്റെ മാഡം ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സംസാരിക്കുകയാണ്, നമ്മളിപ്പോൾ ഡേ ടൈമിൽ പെർ ഡേ ഇത്ര പ്രാവശ്യം പിന്നെ ഫേസ് വാഷ് ചെയ്യണം എന്നൊക്കെ. സാധാരണ നമ്മൾക്കറിയാം നമ്മൾ റെസ്റ്റിംഗ് ടൈമാണ് രാത്രി എന്നുള്ളത്. ഈ സ്കിൻ കെയർ നമ്മൾ രാത്രിയിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? രാത്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ പുറത്ത് പോയി വന്ന ഉടനെ നമ്മളെ മുഖത്തുള്ളതെല്ലാം നമ്മൾ ക്ലീൻ ആക്കും. അതായത് മേക്കപ്പ് റിമൂവൽ എല്ലാവരും ഇത് യൂസ് ചെയ്യണമെന്നില്ല, പക്ഷെ യൂസ് ചെയ്യുന്നവർ ഏതായാലും ഈവൻ നമ്മളിപ്പോൾ പൗഡർ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നവർ പോലും എല്ലാം ക്ലീൻ ആയിരിക്കണം. ഫേസ് വാഷ് ഇട്ട് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ രാത്രി വേണ്ടവർക്ക് ഒരു സീറം യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് അതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. ടാർഗറ്റഡ് ആയിട്ട് എന്താണോ അവർക്ക് വേണ്ട സീറം ഏതാണെന്ന് വെച്ചാൽ ഡോക്ടർ പറയുന്ന പോലെ ചെയ്യുക. പ്ലസ് അതിന് മുകളിലായിട്ട് മോയ്സ്ചറൈസർ ഇടുക. ഇത്രയും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും സ്കിന്നിൽ രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ ആ ക്രീംസും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഇടേണ്ടതാണ്. മെയിൻലി ക്ലീൻ ചെയ്യുക, മേക്കപ്പ് റിമൂവൽ ചെയ്യുക, ക്ലെൻസ് ചെയ്യുക ഫേസ്. പിന്നെ സീറം വേണ്ടവർക്ക് സീറം അപ്ലൈ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞൊരു മോയ്സ്ചറൈസർ ഇടുക. നമ്മളിപ്പോൾ സാധാരണ ഡേ ടൈമിലാണ് കൂടുതൽ ഇപ്പോൾ കെയർ ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ സൺലൈറ്റിൻ്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ UV ലൈറ്റ് അത് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് പൊടിയൊക്കെ വരുന്നത്. നമ്മൾ ഡേ ടൈമിൽ നമ്മൾ കൂടുതൽ കുറച്ചും കൂടി പിന്നെ നമ്മുടെ സ്കിൻ പ്രൊട്ടക്ഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പക്ഷേ നൈറ്റ് എന്ന് മാഡം ഇപ്പം ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. രാത്രി കാലങ്ങളിൽ നമ്മൾ എത്രത്തോളം ഈ പറയുന്ന ഫേസ് ഒരു വൺ ടൈം ചെയ്യുന്നുണ്ട്, പക്ഷെ അത്രയും കെയർ കൊടുക്കുന്നുണ്ടോ? സാധാരണ ഡേ ടൈമിൽ കൊടുക്കുന്ന ഒരു കെയർ നൈറ്റ് കൊടുക്കുന്നില്ല. ആൾക്കാർ ചോദിക്കാൻ നൈറ്റ് ക്രീം എന്താ ഇടണ്ടേന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. ഈ നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നവർ നൈറ്റ് ക്രീം എന്ന് അവർക്ക് അങ്ങനെയാണ് അവർ പറയുന്നത്. നൈറ്റ് ക്രീം എന്ത് ഇടണം ഡോക്ടർ എന്ന് ചോദിക്കുന്നവർ. സൺക്രീം ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ നൈറ്റ് ക്രീം ഒരു എന്താ മീൻസ്. അപ്പം നമ്മൾ പറയുന്നത് മെയിൻലി ഇതാണ്, ക്ലീൻ ചെയ്തൊരു മോയ്സ്ചറൈസർ ഇടുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആന്റി ഏജിങ്, നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചില്ല, ആന്റി ഏജിങ് ആയിട്ട് ചെയ്യാവുന്ന കുറേ മെഷേഴ്സ് ഉണ്ട്. അത് സീറംസ് ആയിട്ട് വരുന്നുണ്ട് പല. മെയിൻലി നമ്മുടെ റെറ്റിനോള്, വൈറ്റമിൻ സി, അങ്ങനെ പിന്നെ സിനമൈഡ്, ഇങ്ങനത്തെ കുറേ കണ്ടന്റ്സ് വരുന്നുണ്ട്. പെപ്റ്റൈഡ്സ്, ആന്റി ഏജിങ് ഫോക്കസ് ചെയ്തിട്ട് വരുന്നത് അതിന് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഈ റിങ്കിൾസിനും ഫൈൻ ലൈൻസും ഒക്കെ മാറാൻ, ഈ ചുളിവുകൾക്കൊക്കെ നമുക്ക് ഒരു 30 വയസ്സ് മുതൽ നമുക്കത് അപ്ലൈ ചെയ്ത് തുടങ്ങാം. കണ്ടിന്യൂസ് ആയിട്ട് ആ മെഡിസിൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. പ്രൊസീജിയർ ഒക്കെ ഇപ്പം ഞാൻ പറയുന്ന പോലെ നമുക്കൊരു
3 times 4 times 5 times എന്നൊക്കെ. പക്ഷെ നമ്മുടെ ഒരു മെഡിക്കൽ മാനേജ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ അത് നമ്മൾ ത്രൂ ഔട്ട് ലൈഫിൽ ഓക്കെ 30 years കഴിയുമ്പോൾ യൂസ് ചെയ്ത് തുടങ്ങണം എന്നാണ് പറയുന്നത്. നമ്മൾ ത്രൂ ഔട്ട് യൂസ് ചെയ്യണം തന്നെയാണ് അതിന്റെ ഒരു ആ റിസൾട്ട് നമുക്ക് അതേപോലെ സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എല്ലാ കണ്ടന്റ്സും നമ്മളെ പ്രഗ്നൻസി പോലത്തെ സ്റ്റേജിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ അഡ്വൈസിനനുസരിച്ച് മാത്രം നമ്മൾ സ്വമേധയാ ഡോക്ടർ ആവാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പോയി ഓൺലൈനിൽ പ്രൊഡക്റ്റ് വാങ്ങുക, ചീപ്പ് റേറ്റിന് പ്രൊഡക്റ്റ് കിട്ടും, അപ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. പക്ഷേ പിന്നീട് ഉണ്ടാക്കുന്ന റിസൾട്ടിനേക്കാളും കൂടുതൽ വേസ്റ്റ് കണ്ടീഷനിലേക്ക് വരും, വീണ്ടും നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് തന്നെ പോകേണ്ടി വരും. ഓക്കെ, പിന്നെ ആ സമയത്ത് ഉണ്ടാക്കുന്ന ഡാമേജും കൂടുതലായിരിക്കും, കൂടുതൽ എക്സ്പെൻസീവ് വരും. നമ്മൾ ചീപ്പ് റേറ്റിന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ പിന്നീട് പോകേണ്ടി വരും. ഇപ്പം നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഇപ്പോൾ ഒരു പിന്നെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സ്കിന്നിനെ പരമാവധി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനുള്ള വിത്തൗട്ട് എനി മെഡിസിൻ ഇല്ലാതെ തന്നെ നമുക്ക് ഒരു പരിധിവരെ സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ, സ്കിൻ ഡിസീസസിന്റെ പോലും പ്രിവെൻഷൻ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്ക് ഈ മോയ്സ്ചറൈസിങ്ങും സൺസ്ക്രീനൊക്കെ വളരെ നല്ലതാണ്. വളരെ ബേസിക് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. അത് അതേ രീതിയിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിനെ പൂർണ്ണമായിട്ട് നമുക്ക് പ്രൊട്ടക്റ്റീവായിട്ട് നിർത്താനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവും. സി മാം, നമുക്ക് മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം സ്കിന്ന് റിലേറ്റഡ് ആയിട്ട് ഡിസീസിനേക്കാളും കൂടുതൽ സ്കിന്നിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നാണ് മാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് പോലെ സ്കിന്നിനെ നമുക്ക് വളരെ പ്രൊട്ടക്റ്റീവായിട്ട് നിർത്തണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ച പല കാര്യങ്ങളുണ്ട്. അത് അതേപോലെ ഫോളോ ചെയ്യുക. മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഈ എപ്പിസോഡ് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചത് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ അപർണ മുരളീധരനാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു മാം.